ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സെയിൽ വീഡിയോയുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട് പ്ലാൻസൊക്കെ നോക്കിയിട്ട് ആവശ്യമുള്ള പ്ലാൻസ് വാട്സപ്പിൽ ഓർഡർ ചെയ്യുക. നമ്മൾ DTDC വഴിയാണ് നിങ്ങൾക്ക് പ്ലാൻസ് അയക്കുന്നത്. അതുപോലെ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. എല്ലാ പ്ലാൻസിൻ്റെയും റേറ്റും അതുപോലെ പ്ലാൻ സൈസും എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓർഡർ ചെയ്യുക. അതുപോലെ ആരും ദയവ് ചെയ്ത് കോൾ ചെയ്യരുത്, മെസ്സേജ് അയക്കാനേ പാടുള്ളൂ. മെസ്സേജസിനെല്ലാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ശ്രീലങ്കൻ ജാസ്മിൻ ആണ്. ശ്രീലങ്കൻ ജാസ്മിൻ ഒരുപാട് പേര് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. എല്ലാ സമയത്തും നമുക്ക് ഒരുപോലെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. അതുപോലെ ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും വാങ്ങുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. കണ്ടോ, എല്ലാ പ്ലാന്റ്സിലും പൂക്കളുണ്ട്. ഇതുപോലെ ചെറിയ ചെടി ആയിരിക്കുമ്പോൾ തന്നെ നിറയെ പൂക്കളുമായിട്ട് ഈ ചെടി നിൽക്കും. ഇതിൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റി മുമ്പ് നമുക്ക് സെയിലിനുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് മാത്രമേ സ്റ്റോക്കുള്ളൂ. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ശ്രീലങ്കൻ ജാസ്മിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ബാസ്ക്കറ്റ് പ്ലാന്റിൻ്റെ ഗ്രീൻ വെറൈറ്റിയാണ്, നോർമൽ വെറൈറ്റിയാണിത്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 15 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ഹാങ്ങിങ് കാഷ്യൂറീനയാണ്. നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റാണിത്. അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റാണ്. നമ്മുടെ പൈൻ മരത്തിൻ്റെ ലീഫൊക്കെ പോലെ തന്നെയാണ്. പക്ഷേ ഇത് ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റും. ഈ ഒരു വലുപ്പത്തിൽ മാത്രമേ പ്ലാന്റ് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് സൈസ് വരിക. ഇത് നമുക്ക് വലിയ ചട്ടിയിലോട്ടൊക്കെ വെച്ച് നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ താഴേക്ക് കിടക്കും. അതുപോലെ ലീഫിൽ എപ്പോഴും അടിഭാഗം ഇങ്ങനെ കരിഞ്ഞ് വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാൽ മാത്രം മതി. പ്ലാന്റ് ഒരിക്കലും പോകുന്ന പ്ലാന്റ് അല്ല ഇത്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള കാഷ്യൂറീനയുടെ പ്ലാന്റ്സിന് 180 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് ഗാർലിക് വൈനിൻ്റെ പ്ലാന്റ്സ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. നല്ല വയലറ്റ് നിറത്തിൽ കൊലകുത്തി നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ഗാർലിക് വൈൻ. എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ബോട്ടിൽ ബ്രഷിൻ്റെ പ്ലാന്റ്സ് ആണ്. നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. അതുപോലെ നിറയെ തേനീച്ചകളും വണ്ടുകളും ഒക്കെ വരും ഈ ഒരു പൂവിൽ തേൻ എടുക്കാനായിട്ട്. ഇതുപോലെ പൂക്കളായി കഴിയുമ്പോൾ തണ്ടുകളിങ്ങനെ വളഞ്ഞ താഴേക്ക് കിടക്കും നല്ല ഭംഗിയായിട്ട്. തണ്ടിനറ്റത്തായിട്ടാണ് എപ്പോഴും പൂക്കൾ വിരിയുന്നത്. കുറച്ച് വലുപ്പം വെക്കുന്ന പ്ലാന്റ് തന്നെയാണ്. ഇതാണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ബ്ലൂ ഡേയ്സ് പ്ലാന്റ് ആണ്. ഇതുപോലെ നീല നിറത്തിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ്. ഒരുപാട് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ്. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ചെറിയ ചെടി ആയിരിക്കുമ്പോൾ തന്നെ നിറയെ പൂക്കളുണ്ടാവും. പൂക്കളായി തുടങ്ങിയാൽ നിറയെ പൂക്കളാവും. നല്ല സൺലൈറ്റ് വേണ്ട ഒരു പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളവും വേണം. അപ്പോൾ ഇതാണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് നിക്കോഡിയ പ്ലാന്റ് ആണ്. നിക്കോഡിയ പ്ലാന്റ്സിൻ്റെ പൂക്കളാണിത്. നല്ല ഡാർക്ക് മജന്ത കളറിലെ പൂക്കളാണ് ഇതിൽ വിരിയുന്നത്. പൂക്കളേക്കാൾ ഉപരി പ്ലാന്റ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരു ആഷ് കളറിലാണ് ലീഫ് വരിക. ഒരുപാട് വെള്ളമൊന്നും വേണ്ടാത്ത പ്ലാന്റ് ആണ്. വെള്ളം വളരെ കുറച്ച് മതി. ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാന്റ് നശിച്ചു പോകും. നമ്മൾ നടുന്ന സമയത്ത് കുറച്ച് മണലൊക്കെ ചേർത്ത് നടുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള നിക്കോഡിയ പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് ലണ്ടാനയുടെ പ്ലാന്റ്സ് ആണ്. ലണ്ടാനയുടെ 4 കളേഴ്സ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ആയിട്ടുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ വീഡിയോ വരുമ്പോൾ എല്ലാ കളേഴ്സും സ്റ്റോക്ക് ആയിരുന്നില്ല. അപ്പോൾ കുറേ പേരൊക്കെ ലണ്ടാന പ്ലാന്റ്സ് ആയിട്ടുണ്ടോയെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് 4 കളർ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ബാക്കി 2 കളേഴ്സ് കൂടി ഉണ്ട്, അതും ഉടനെ വരുന്നതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളറ്. വൈറ്റ് കളറാണ്. നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട്. ചെറിയ ചെറിയ പൂക്കളാണ് ലണ്ടാനയുടെ പൂക്കളുടെ പ്രത്യേകത. കുഞ്ഞു പൂക്കളായിട്ട് ഇതുപോലെ നിൽക്കും. നല്ല ചെടി നിറയെ പൂക്കളുണ്ടാകും. നല്ല സൺലൈറ്റ് വേണ്ട ഒരു പ്ലാന്റാണ് ലണ്ടാന പ്ലാന്റ്സ്. രണ്ടാമത്തെ കളറ് ഈ ഒരു യെല്ലോ കളറാണ്. എല്ലാ കളേഴ്സും കാണുന്ന ഒന്നിനൊന്നിന് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് എല്ലാം തന്നെ. അപ്പോൾ ഇതാണ് യെല്ലോ കളറ്.
ലണ്ടാനയുടെ വൈറ്റും വയലറ്റും ഒക്കെ അത്യാവശ്യം ക്രീപ്പർ പോലെ തന്നെ വളരുന്ന പ്ലാന്റ്സ് ആണ്. നിലത്തൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നിലത്തൊക്കെ പടർന്ന് പൂക്കളും നിറയെ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ്. യെല്ലോയും റെഡും അത്രയും ക്രീപ്പർ ആവില്ല, എങ്കിലും പറ്റിച്ചേർന്ന് വളരുന്ന പ്ലാന്റ്സ് തന്നെയാണ്. ഇതാണ് യെല്ലോ കളർ വരിക. അടുത്തത് വയലറ്റ് കളറാണ്. വയലറ്റ് നല്ല ഭംഗിയുള്ള കളറാണ്. നമുക്ക് എല്ലാ സമയത്തും പൂക്കൾ കാണുകയും ചെയ്യാം. അതുപോലെ ഒരുപാട് റേറ്റൊന്നും ഇല്ലാത്ത പ്ലാന്റ്സ് ആണ് ലണ്ടാന. ചെറിയ റേറ്റിൽ നമുക്ക് വാങ്ങി വയ്ക്കാം. ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ ഇപ്പം നമുക്ക് 4 കളറിൻ്റെ സ്റ്റോക്ക്, ഡബിൾ കളർ മജന്തയൊക്കെ നമുക്ക് വന്നിരുന്നു. അപ്പം നിലവിൽ അതൊന്നും സ്റ്റോക്കില്ല. അടുത്തത് റെഡാണ്. റെഡ് നല്ല ഭംഗി, നല്ല സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ ഈ ഒരു റെഡ് കളർ ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അയച്ച് കിട്ടുമ്പോൾ ചിലപ്പോൾ കളർ മങ്ങിയിരിക്കുമ്പോൾ ഇത് റെഡ് അല്ലല്ലോ എന്ന് ആരും ചോദിക്കരുത്. ഓറഞ്ച് കളറിലായിരിക്കും വരിക. നല്ല സൺലൈറ്റ് ഉടനെ കൊണ്ട് സൺലൈറ്റിൽ വെക്കുകയും ചെയ്യരുത്. പ്ലാന്റ് ഓക്കെ ആയ ശേഷം മാത്രമേ സൺലൈറ്റിൽ വെക്കാവുള്ളൂ. അപ്പോൾ നല്ല ഡാർക്ക് റെഡ് കളറാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റ്, ഓറഞ്ചൊന്നും അല്ല. അപ്പോൾ ഇതൊക്കെയാണ് ലണ്ടാനയുടെ 4 കളേഴ്സ്: വയലറ്റ്, വൈറ്റ്, യെല്ലോ, റെഡ്. ഈ 4 കളറാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. ലണ്ടാനയുടെ ഓരോ പ്ലാന്റിനും 40 രൂപ വീതമാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് മിനിയേച്ചർ അരളിയുടെ 3 കളേഴ്സാണ്. ആദ്യത്തെ കളർ വൈറ്റ് ആണ്. നമ്മുടെ നാടൻ അരളി എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത്രയൊന്നും ഹൈറ്റ് വെക്കാതെ തന്നെ നമുക്ക് പൂക്കൾ തരുന്ന വെറൈറ്റീസാണ് ഇതെല്ലാം. മിനിയേച്ചർ വെറൈറ്റീസാണ്. ഇതാണ് വൈറ്റ്. നല്ല പ്യുവർ വൈറ്റ് പൂക്കളാണ് ഇതിനകത്ത് ഉണ്ടാവുന്നത്. ഇതാണ് പൂക്കൾ. അടുത്തത് ഈ ഒരു ഡാർക്ക് മജന്ത കളറാണ്. രണ്ടാമത്തത് നമ്മൾ കോമൺ ആയിട്ട് അരളിയിൽ കാണുന്നതാണ്, പക്ഷേ ഇതിൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണിത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അടുത്ത കളർ വരുന്നത് ഈ ഒരു കളറാണ്. ഒരു ലൈറ്റ് ക്രീമും അതുപോലെ ഒരു എന്താ പറയുക, ഒരു ഓറഞ്ച് കളറൂടെ ഒക്കെ ചേർന്ന് വരുന്ന പൂക്കളാണ്. ഇതാണ് മൂന്നാമത്തേത് കളറ്. അപ്പോൾ മിനിയേച്ചർ അരളിയുടെ റേറ്റ് വരുന്നത് 70 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് മണിമുല്ലയുടെ പ്ലാന്റ്സ് ആണ്. നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ് മണിമുല്ല. വാട്സപ്പിലൊക്കെ നിറയെ മെസ്സേജസ് വരാറുണ്ട് മണിമുല്ലയ്ക്ക് വേണ്ടിയിട്ട്. ഇതുപോലെ കുലകുലയായിട്ടാണ് മണിമുല്ലയുടെ പൂക്കൾ വിരിയുക. ഈ ഒരു ഭംഗി പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയും ഭംഗിയുള്ള ഒരു പൂക്കളാണ് ഇതിൽ വിരിയുന്നത്. ഇതുപോലെ കുലയായിട്ട് പൂക്കൾ നിറയും. ആ ഒരു സീസണിൽ മാത്രമേ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. സീസണൽ പ്ലാന്റ് തന്നെയാണ്. പക്ഷേ ആ ഒരു സമയത്ത് വളരെ ചെറിയ പ്ലാന്റ്സിൽ പോലും നമുക്ക് പൂക്കൾ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇതാണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് സൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള മണിമുല്ലയുടെ പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ക്രീപ്പിംഗ് ചാർലിയാണ്. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഗ്രീൻ കളറിലെ ലീഫ് വരുന്ന, വളരെ പെട്ടെന്ന് തന്നെ പൂട്ട് നിറഞ്ഞ് നല്ല ഭംഗിയിൽ ഹാങ്ങിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഇതിന് 15 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് കാശ്മീർ റോസ് ആണ്. നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണ് കാശ്മീർ റോസ്. ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. ഈ ഒരു കളറിലാണ് പൂക്കൾ വിരിയുക. ഇതായിരിക്കും പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള കാശ്മീർ റോസിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് 80 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് വെർബീനയുടെ വയലറ്റ് കളറാണ്. വെർബീനയുടെ നാടൻ വെറൈറ്റിയാണിത്. വെർബീന തന്നെ ഹൈബ്രിഡ് വെറൈറ്റീസും നാടൻ വെറൈറ്റീസും ഉണ്ട്. ഹൈബ്രിഡിൻ്റെ പ്ലാന്റ്സ് ഒക്കെ സെയിലിന് വന്ന് കാണാറുണ്ട്. അപ്പോൾ ഇത് നാടൻ വെറൈറ്റിയാണ്. നമ്മൾ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നശിച്ചു പോകുന്ന ഒരു പ്ലാന്റ് അല്ല വെർബീന പ്ലാന്റ്. കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ. ഹൈബ്രിഡിൻ്റെ പൂക്കൾ കുറച്ചുകൂടെ വലുപ്പമുള്ളതായിരിക്കും, പക്ഷേ ഇതിൻ്റെ പൂക്കൾ വളരെ ചെറുതാണ്. നാടനിൽ തന്നെ ഏറ്റവും ചെറിയ പൂക്കളാണ് വയലറ്റ് കളറിൻ്റേത്. വയലറ്റും വൈറ്റും ചെറിയ പൂക്കളാണ്. അപ്പോൾ ഇതാണ് പൂക്കൾ വരുന്നത്. കുഞ്ഞു പൂക്കളാണ്. അതുപോലെ നമുക്ക് നല്ല സൺലൈറ്റ് ഉള്ളിടത്ത് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ എപ്പോഴും പൂക്കൾ തരുന്ന സീസൺ ഇല്ലാത്ത ഒരു പ്ലാന്റാണ് വെർബീന പ്ലാന്റ്സ്. ഇതാണ് ഇതിൻ്റെ പൂക്കൾ വരിക. ഇതിൻ്റെ വേറെയും 3-4 കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. എല്ലാ വീഡിയോയിലും ഞാനിത് പറയാറുണ്ട്. അപ്പോൾ വാട്സപ്പിൽ വന്ന് ചിലർ ചോദിക്കാറുണ്ട്, എല്ലാ കളറും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ സെയിലിന് ആയില്ലല്ലോ, കണ്ടിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ നമ്മൾ സെയിലിന് കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പ്ലാന്റ്സ് അധികം നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാ പ്ലാന്റ്സുമായിട്ട് നമ്മൾ വീഡിയോയിലൊക്കെ കൊണ്ടുവരുന്നതാണ്. എല്ലാ കളേഴ്സും നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവരും. 5 കളേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. 5 കളറും നമ്മൾ സെയിലിന് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് വയലറ്റ് മാത്രമേ സെയിലിനുള്ളൂ. ഇതാണ് പ്ലാന്റ് വരിക. ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരിക.
അടുത്തത് ഫൈക്കസ് പേരയാണ്. ഫൈക്കസ് പേര ഞാൻ സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. നല്ല യെല്ലോ കളറിലാണ് ഇതിൻ്റെ പുറം ഭാഗം ഇരിക്കുക. സാധാരണ പേരയെ അപേക്ഷിച്ച് ലീഫിനൊക്കെ നല്ല വ്യത്യാസമുണ്ട് ഫൈക്കസ് പേരയുടേത്. ഇതാണ് ലീഫ് വരിക. ഇതും സ്ട്രോബെറി പേര, രണ്ട് പ്ലാന്റും ലീഫ് സെയിം തന്നെയാണ് വരിക. അപ്പോൾ എയർ ലെയർ ചെയ്ത പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കായ്ക്കും. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള ഫൈക്കസ് പേരയുടെ പ്ലാന്റിന് 120 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് സ്ട്രോബെറി പേരയാണ്. നല്ല ഡാർക്ക് റെഡ് കളറാണ് ഇതിൻ്റെ കായ്കൾ വരിക. ഇതും ഫൈക്കസ് പേരയുടെ പോലെ തന്നെ ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ബൊഗൈൻവില്ല പ്ലാന്റ്സ് ആണ്. ബൊഗൈൻവില്ലയുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് സെയിലിന് എത്തിയിട്ടുള്ളത്. ആദ്യത്തേത് ഈ ഒരു പൂന വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള കളറാണ് ഇത്. അപ്പോൾ ഇത് തന്നെയാണ് പ്ലാന്റ് സൈസ് വരിക. നിറയെ പൂക്കളൊക്കെ ആയ പ്ലാന്റ് ആണ്. രണ്ടാമത്തത് ഈ ഒരു കളർ. വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല കളറ്, കുറച്ചും കൂടി ഭംഗിയുണ്ട് ഡയറക്റ്റ് നമ്മൾ കാണുമ്പോൾ. ഒരു പീച്ച് കളറൊക്കെ ചേർന്ന് വരുന്ന കളറാണ്. ഇത് തന്നെയാണ് പ്ലാന്റ് സൈസ് വരിക. നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ്. ബൊഗൈൻവില്ലയുടെ ഹൈബ്രിഡ് വെറൈറ്റിക്ക് 150 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് സെയിലിനുള്ളത് മെക്സിക്കൻ ഫ്ലെയിം ആണ്. നല്ല ഡാർക്ക് ഓറഞ്ച് നിറത്തിലാണ് ഇതിൻ്റെ പൂക്കൾ വിരിയുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ചെറിയൊരു എന്താ പറയുക, ഒരു ക്രേപ്പർ പോലൊക്കെ കയറിപ്പോകുന്ന ഒരു പ്ലാന്റ് ആണ് മെക്സിക്കൻ ഫ്ലെയിം. നമുക്ക് വേലിയിലൊക്കെ പടർത്തി വിട്ട് വളർത്താൻ പറ്റും. ഇതാണ് ഇതിൻ്റെ പൂക്കൾ വരിക. നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് സെയിലിനുള്ളത് കാറ്റ്സ് ക്ലോയുടെ പ്ലാന്റ് ആണ്. നല്ല മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് കാറ്റ്സ് ക്ലോ നമുക്ക് തരുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള കാറ്റ്സ് ക്ലോയുടെ പ്ലാന്റ്സിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് സെയിലിനുള്ളത് ഈ ഒരു ജാസ്മിൻ വെറൈറ്റിയാണ്. ചിലരിതിനെ കുറ്റിപ്പിച്ചി എന്നും പറയാറുണ്ട്. പിച്ചിയുടെ തന്നെ ആ ഒരു വെറൈറ്റി ആയിട്ട് വരും. അപ്പോൾ ഇതാണ് പൂക്കൾ. നല്ല ഭംഗിയാണ്. ചെടി നിറയെ ഇതുപോലെ പൂക്കളായിട്ട് നിൽക്കും. ഇതുപോലുള്ള നാടൻ വെറൈറ്റി പ്ലാന്റ്സ് ഒന്നും ഇപ്പോൾ നമ്മൾ അധികം കാണാറില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസ് പ്ലാന്റാണ് നമ്മൾ അയക്കുക. ഈ ഒരു പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് അരൂതയാണ്. അരൂത ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. കുറച്ച് രൂക്ഷഗന്ധമുള്ള ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അപ്പോൾ ഇന്ന് ഇത്രയും പ്ലാന്റ്സൊക്കെയാണ് സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിലെ പ്ലാന്റ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, തുടർന്ന് തന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ നെക്സ്റ്റ് വീക്കിൽ മിക്കവാറും 2 വീഡിയോസ് ഉണ്ടാവും. ഒരു ഓഫർ വീഡിയോ കൂടി ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. സമയം കിട്ടിയാൽ തീർച്ചയായിട്ടും അതുകൂടി ചേർക്കുന്നതായിരിക്കും. ചൊവ്വാഴ്ചയായിരിക്കും ഒരു വീഡിയോ വരിക. രണ്ടാമത്തെ വീഡിയോ വെള്ളിയാഴ്ചയായിരിക്കും. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കാണുക, തുടർന്നും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.